നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഞാനൊരു അച്ഛനാണ്. അച്ഛന്റെ മനസ്സിൽ മക്കളുടെ എല്ലാ തെറ്റുകൾക്കും പരിഹാര മാർഗങ്ങളുണ്ടാവും. എനിക്ക് അയാളോട് ക്ഷമിക്കാൻ കഴിയില്ല അച്ഛാ. അത്രയ്ക്കും വലിയ വിശ്വാസവഞ്ചന അയാൾ എന്നോട് കാണിച്ചത്. കഴിക്ക്. ബാക്കിയെല്ലാരും പട്ടിണിയാ. ഇവളെ പട്ടിണിക്കിടാൻ പറ്റില്ലല്ലോ. എന്റെ മക്കളെ പോലെ സ്നേഹിച്ചതാ ഞാൻ ജഗനെ. ആ ജഗൻ എന്റെ കുടുംബത്തിൽ കയറി ഇങ്ങനെയൊരു ചതി. ഇതൊക്കെ അനുഭവിക്കാൻ തലയിലെഴുത്തുള്ളപ്പോ ആരെയും പഴി പറഞ്ഞിട്ടൊരു കാര്യമില്ല. വന്ദനമ്മേ, ജഗനങ്ങളൊന്നും കഴിച്ചിട്ടില്ല. വിശപ്പും ദാഹവും ഒക്കെ ഉണ്ടാവും. ജഗനങ്ങളിന് എന്തെങ്കിലും കൊടുക്കണ്ടേ വന്ദനമ്മേ? ഞാൻ പോയി അങ്കിളിനെ വിളിക്കട്ടെ. നീ ഇരിക്കടി അവിടെ. നീ ഒരുത്തി കാരണ കണ്ണി കണ്ട വൃത്തികെട്ടവന്മാരെയൊക്കെ എനിക്ക് സഹായത്തിന് വിളിക്കേണ്ടി വന്നത്. അതെ അമ്മ, ഇവളെ കാണാതായ ദിവസം എനിക്ക് ആദ്യമായിട്ട് ജഗനെ വിളിക്കേണ്ടി വന്നത്. അതെ, ജഗന് വെച്ചെന്ന് അവൻ പുറത്തെവിടെയെങ്കിലും പോയി കഴിച്ചോളും. നീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അന്വേഷിക്കാൻ നടക്കണ്ട. കഴിക്കും. ഇങ്ങനെ ഇവിടെ നിന്ന് വെറുതെ വെയിലും ഉള്ളുന്നില്ല. വന്നിട്ട് കുറച്ച് അധികം നേരമായല്ലോ. ഒന്നും കഴിച്ചു കാണില്ലായിരിക്കും. അകത്ത് വന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് പോവാൻ നോക്ക്. അച്ഛാ, എനിക്ക് വേണ്ടത് ആഹാരമല്ല. ചെയ്തു പോയത് തെറ്റാണെങ്കിൽ അത് തിരുത്താൻ ഒരു അവസരം. പ്രായച്ചിത്തം അല്ലേ? അബദ്ധത്തിൽ ചെയ്തു പോകുന്ന തെറ്റുകൾക്കാണ് പ്രായച്ചിത്തം കൊണ്ട് ഫലം കിട്ടുന്നത്. അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തികൾക്ക് പ്രായച്ചിത്തം ഫലം തരില്ല. ഒരു പെണ്ണിന്റെ ജീവിതം നശിപ്പിച്ചിട്ട് വേണ്ട, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കാൻ നിൽക്കണ്ട. ഞാൻ ആരുടെയും ജീവിതം നശിപ്പിക്കാൻ ചെയ്തതല്ല, ഒരു ജീവിതം കൊടുക്കാൻ ചെയ്തതാ. അത് എനിക്ക് വന്ദനെ അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ടാ ഞാൻ അവളുടെ കഴുത്തിൽ താലി കെട്ടിയത്. വെറുതെ നെറുകേട് കാണിച്ചിട്ട് നാവിട്ടടിക്കണ്ട. ജഗൻ പോവാൻ നോക്ക്. ഇല്ല, ഞാൻ പോകണമെങ്കിൽ ചന്ദ്രയും അമ്മയും വന്ദനയും അച്ഛനും എന്നോട് ക്ഷമിച്ചെന്ന് പറയണം. അല്ലാതെ ഞാൻ പോവില്ല.
ദേവി സന്നിധിയിൽ വെച്ച താലി കെട്ടിയത്. അതിന് വേറെ തെളിവുകളില്ല. അതുകൊണ്ടാണ് ദേവി സന്നിധിയിൽ വെച്ച് തന്നെ സത്യം ഞാൻ തുറന്നു പറഞ്ഞത്. മോളെ, സംഭവിച്ചെല്ലാം മറന്നേക്ക്. ഒരു ദിവസം കണ്ട് പേടിച്ചൊരു ദുസ്വപ്നമായിട്ട് കരുതി അതിനെ വിട്ടേക്ക്. ജഗൻ പോയിട്ടില്ല. ഏതെങ്കിലും ഒരു തരത്തിൽ തെറ്റ് പറ്റാത്തവരായി ആരും ഉണ്ടാവില്ല. തെറ്റ് തിരുത്തപ്പെടണം. മോള് പറയുന്നതാണ് ശരി, എനിക്ക് ഞാൻ പറയുന്നതും. അതുപോലെ ഓരോരുത്തർക്കും അവരവരുടേതായ ശരിയുണ്ട്. ചെയ്തു പോയ തെറ്റ് തിരുത്താൻ ഒരാൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ കാണാതെ പോകരുത്. തിരുത്താൻ പറ്റുന്ന തെറ്റല്ലല്ലോ അച്ഛ. ഒരിക്കലും തിരുത്താൻ പറ്റാത്ത തെറ്റ് തിരുത്താൻ ശ്രമിക്കുന്നത് പാഴ്ശ്രമാണ്. മോളെ, ഞാനൊരു അച്ഛനാണ്. അച്ഛന്റെ മനസ്സിൽ മക്കളുടെ എല്ലാ തെറ്റുകൾക്കും പരിഹാര മാർഗങ്ങളുണ്ടാവും. എനിക്ക് അയാളോട് ക്ഷമിക്കാൻ കഴിയില്ല അച്ഛ. അത്രയ്ക്കും വലിയ വിശ്വാസവഞ്ചന അയാൾ എന്നോട് കാണിച്ചത്. അയാൾ കാണിച്ച നെറുകേടിന് ഒരു കുടുംബം മുഴുവൻ ജലപാനം പോലും കഴിക്കാതെ. മോളെ, അമ്മയുടെ കഴുത്തി കിടക്കുന്ന താലി അമ്മയ്ക്ക് എത്ര പ്രിയപ്പെട്ടതാ. അത് അമ്മയെ ബോധം കെടുത്തിയ ശേഷം ഒരാളെ കെട്ടിത്തന്നതാണെങ്കിലോ അമ്മയ്ക്ക് അത് സഹിക്കാൻ പറ്റുമോ? എന്നിട്ടും ഞാൻ ഇപ്പോഴും എല്ലാം സഹിച്ചത് എന്റെ ഈ ദീമോളുള്ളത് കൊണ്ടാ. അല്ലെങ്കിൽ ഇന്നീ വീടിന്റെ മുന്നില് പാവിരിച്ച് കിടത്തേണ്ടി വന്നേനെ എന്നെ. മോളെ, നീ ഒരാണ് ഒരു പെണ്ണിനോട് ചെയ്യാൻ പാടില്ലാത്ത ക്രൂരത എന്നോട് കാണിച്ചത്. അവനെ കുറിച്ച് കേൾക്കുന്നത് തന്നെ എനിക്ക് വെറുപ്പാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.